ഷാജഹാൻ, നോക്കൂ, ഈ നടപടിക്രമങ്ങളിലുള്ള വീഴ്ച, അതുപോലെ അന്വേഷണത്തിലെ വീഴ്ചയാണ് വളരെ ഹ്രസ്വമായിട്ട് രാജ്മോഹൻ സാർ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ പങ്കെടുത്ത നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ നായർ അദ്ദേഹം പറഞ്ഞു, അതായത് അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നാവശ്യപ്പെട്ടു. മാത്രമല്ല, പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അവർക്ക് എളുപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരണമെന്ന് കലക്ടറോട് ഫോണിൽ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറപ്പ് തരികയാണ്, വളരെ സുതാര്യമായിട്ട് ഇത് നടത്തൂ എന്ന ആ ഒരു ഉറപ്പ് അവർ വിശ്വസിച്ചു. അവരുടെ മനസ്സിൽ അന്നേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ഒക്കെ വരും ദിവസങ്ങളിൽ പിന്നീട് അങ്ങോട്ട് ബലപ്പെട്ട് കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാധാരണ ഞാൻ ഇന്നലെയും ചൂണ്ടിക്കാണിച്ചാണ് അത്, സാധാരണ ഇപ്പോൾ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് അടക്കം ലഭിക്കും. നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇന്നലെയാണ് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ള ഈ പരാമർശം, അടിവശത്തിൽ രക്തക്കറയുണ്ട് എന്ന ആ പരാമർശം, അതും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെയാണ്. നോക്കൂ, ഒക്ടോബർ 15-നാണ് ദുരൂഹ സാഹചര്യത്തിൽ നവീൻ ബാബു മരണപ്പെടുന്നത്. ഇത്രയും ദിവസങ്ങളായി സ്വാഭാവികമായും അവർക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള പോലീസ് ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവിക നീതി ലഭിക്കില്ല എന്ന ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ CBI അന്വേഷണം വേണ്ട എന്നാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. സർക്കാർ നിലപാടെടുക്കുന്നതിന് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് അത് പരസ്യമായി പറഞ്ഞത്. CBI ഒന്നും വരണ്ട, പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളത്. ഷാജഹാൻ, ഇന്നലെ താങ്കൾ ചർച്ചയിൽ പങ്കെടുത്തതാണ് അല്ലേ? ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ അതിലെ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗം അദ്ദേഹം നമുക്ക് അയച്ചു തരികയും ചെയ്തു. അത് നേരത്തെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തു. കാരണം ഇതിൽ ഈ ഒരു ഹേസ്റ്റി ആയിട്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ വളരെ തിടുക്കത്തിൽ പിന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അവിടെ തന്നെ അവർ പറഞ്ഞ സ്ഥലത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ആ സ്ഥലത്ത് തന്നെ അവർ പറഞ്ഞ സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതാണ്. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നല്ലേ ഈ ഒരു ഇതിലുള്ള തിരിമറികൾ ആരംഭിക്കുന്നത് അല്ലേ? ഇതിൽ ഇന്നലെ ഈ നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ P. നായർ നടത്തിയ ഇടപെടലോടുകൂടി ഈ കേസ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി യഥാർത്ഥത്തിൽ ഈ കേസ് സംബന്ധിച്ചിട്ട് വലിയ ചർച്ചകൾക്കൊന്നും പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഡ്വക്കേറ്റ് അനിൽ P. നായർ സത്യം പറഞ്ഞാൽ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, അൺഈക്വിവോക്കലായിട്ടാണ് ഈ കാര്യങ്ങൾ ആദ്യാവസാനം അവിടെ ഇന്നലെ അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം ആ അവതരിപ്പിച്ചതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ, അതിൻ്റെ വിശദാംശങ്ങൾ വരെ, അതേത് കമ്പനിയുടേതാണെന്നുള്ളതിൻ്റെ ഉൾപ്പെടെ വിശദാംശങ്ങൾ വരെ അടങ്ങുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രങ്ങളിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വന്നതോടുകൂടി ഈ കേസ് ഈ പറഞ്ഞ പോലെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവിടെ വായിച്ചു. ഇതൊരു പ്രജിത്തെന്നോ ഏതൊരുത്തനാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായിട്ടുള്ള ഒന്നുമില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ പോസ്റ്റ്മോർട്ടം. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഈ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കൗണ്ടർ അഫിഡവിറ്റും ഞാൻ വിശദമായിട്ട് വായിച്ചു. ആ കൗണ്ടർ അഫിഡവിറ്റിലും ഇത് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ ഇങ്ങനെ ബന്ധുക്കളുടെ സാന്നിധ്യം നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ റവന്യൂ വകുപ്പിലെ ഏതാണ്ട് 5 ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടം പ്രജിത്ത് എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു പിന്നെ ഡോക്ടറാണ് നടത്തിയത്, അങ്ങനെ എന്തോ ഒരു പേര് നടത്തിയത്. അതിൽ ഒരു അസ്വാഭാവികതയും കണ്ടെത്തിയിട്ടില്ല. അപ്പം
5 ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു അസ്വാഭാവികതയും കണ്ടെത്തിയില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ കൃത്യമായി, അത് വലിയ ചർച്ചയിൽ ഞാനതെടുത്ത് വായിച്ച് കേൾപ്പിക്കാം, കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ അഡ്വക്കേറ്റ് അനിൽ പി നായർ ആ ഒരു മെഡിക്കോ ലീഗൽ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസും ഒക്കെ വായിച്ചിരുന്നു. ക്ലോത്ത്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാനിന്ന് കൗണ്ടർ and other material objects found on the body are to be asked for in all cases where examination of such material objects may help in attaining any of the objectives of autopsy എന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഞാനിന്ന് കൗണ്ടർ വായിച്ച് നോക്കുമ്പോൾ കാണുന്ന എന്താണെന്നറിയാമോ, ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അപ്പാരൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത്, ഞാനത് കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് അതിൻ്റെ അതായത് ക്ലോത്ത്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. ക്ലോത്ത്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമിനേഷൻ. അതാണ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ക്ലോത്ത്സ് അടക്കം കൊടുത്തിട്ട് പോലും ഇത് അവർ നോക്കിയോ, വായിക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായിട്ട് 7ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ദ മേജർ തിങ്സ് ഡൺ ആസ് പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ എബവ് കേസ് ആർ ആസ് ഫോളോസ്: കണ്ടക്റ്റഡ് ഇൻക്വസ്റ്റ് ആൻഡ് പ്രിപ്പയർഡ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് 5 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസസ് ഇൻക്ലൂഡിംഗ് റവന്യൂ ഓഫീസേഴ്സ് ആൻഡ് പ്രിപ്പയർഡ് സീസർ മഹസർ എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയത് 5 ഇൻഡിപെൻഡൻറ്റ് സാക്ഷികളുടെ, സ്വതന്ത്ര സാക്ഷികളുടെയും ഇൻക്ലൂഡിങ് റവന്യൂ ഓഫീസേഴ്സ്. എന്നിട്ട് പറയുന്നത് എന്താണ്, ഈ സെലോ ടേപ്പ് ലിഫ്റ്റിംഗ് നടത്തിയില്ല എന്നുള്ളതായിരുന്നു ഈ മഞ്ജുഷയുടെ ഒരു പരാതി. എന്നാൽ സീസ്ഡ് സെലോഫെയിൻ പ്രസിങ്സ് കളക്റ്റഡ് ഫ്രം ലെഫ്റ്റ് സോൾ, റൈറ്റ് സോൾ, അതെല്ലാം ചെയ്തു, അതെല്ലാം പാക്കറ്റിലാക്കി. അപ്പോൾ സെലോഫെയിൻ ടേപ്പിംഗ് നടത്തിയിരിക്കുന്നു. ലിഫ്റ്റഡ് ചാൻസ് പ്രിൻസ് ഫ്രം ദ പ്ലേസ് ഓഫ് ഒക്കറൻസ്, സീസ്ഡ് ടു മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ അപ്പാരൽസ് അതെല്ലാം ട്രാൻസ്ഫർ ചെയ്തു എന്നുൾപ്പെടെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ രക്തക്കറയുള്ള ഈ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്ന് നമ്മൾ പറയേണ്ടി വരുമോ? എനിക്കറിയില്ല, ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ഈ തുണി എന്താണ് ചോദിക്കാതിരുന്നെന്നാണല്ലോ അനിൽ നായർ ചോദിച്ചത്. പക്ഷേ അത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ല, അങ്ങനെയാണ് എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഉണ്ടായിട്ടില്ല? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇതിൽ നിന്ന് വരുന്ന വ്യക്തമായിട്ടുള്ളൊരു വസ്തുത എന്താണ്? വ്യക്തമായിട്ടുള്ളൊരു വസ്തുത, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ 15-ാം തീയതി തന്നെ രക്തക്കറയുള്ള അടിവസ്ത്രം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടും അത് പരിഗണിക്കാതെ, ഇപ്പോൾ രക്തക്കറയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ അനിൽ പി നായർ പറഞ്ഞതുപോലെ രക്തക്കറയുണ്ട് എന്ന് പറയുമ്പോൾ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ഇഞ്ചുറി എവിടെയായിരുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പം ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണ് രക്തക്കറ ഉണ്ടാവുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, ഒരു ഇഞ്ചുറീസും ഇല്ല എന്നാണ് അതിനകത്ത് പറഞ്ഞത്. പിന്നെ എങ്ങനെ ബ്ലഡ് വന്നു? അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു തെളിവ് പുറത്തു വന്നതോടുകൂടി ബാക്കി കേരള പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പാളി. അവരത് ചെയ്തു, ഞങ്ങൾ ഫോൺ നോക്കി, മറ്റത് നോക്കി, മറിച്ച് നോക്കി, CDR നോക്കി, ഒരുപാട് കാര്യങ്ങൾ അവരതിനകത്ത് പറയുന്നുണ്ട്. അതിനൊന്നും ഇനി യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. ഈ രക്തക്കറ കണ്ടു എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? രക്തക്കറ കണ്ടുവെങ്കിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആത്മഹത്യയല്ല. ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകമാണ്. ഇതാണ് മഞ്ജുഷയുടെ സംശയം മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഡോക്ടർ, ഈ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷികളായിട്ടുള്ള 5 സ്വതന്ത്ര സാക്ഷികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരെല്ലാവരും പ്രതിയാകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആത്മഹത്യ അല്ല,
കൊലപാതകം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ ഇന്നിപ്പം ശ്രീമാൻ പി വി അൻവർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ സെൻറ്റിമീറ്ററുള്ള വളരെ ചെറിയ ഒരു വയറാണ്. അത് ഈ ടെലിഫോണിൻ്റെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജറിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു വയറാണ് കണ്ടുപിടിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇയാളെ അവിടെ കൊണ്ടിറക്കിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അയാളെക്കുറിച്ചിട്ടൊന്നും ഈ കൗണ്ടർ അഫിഡവിറ്റിലും ഒന്നും പറഞ്ഞിട്ടില്ല. മുറി തുറന്നു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ മഞ്ജുഷയും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ലവിങ് ഹസ്ബൻഡും ഒരു ഡോട്ടിങ് ഫാദറുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ വെളിപ്പെടുത്തലോടുകൂടി ഈ കേസ് ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടിവസ്ത്രത്തിലെ രക്തക്കറ എന്ന് പറയുന്നത് CD-യിലും കേസ് ഡയറിയിലും ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി കേസ് ഡയറി നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി പിടിച്ചു നിൽക്കൽ വലിയ പാടാണ്. പിന്നെ TK രാജ്മോഹൻ പറഞ്ഞത് ഒക്കെ തന്നെ ശരിയാണ്. പോലീസിൻ്റെ അന്വേഷണം ഡിവൈൻ ആയിരിക്കണം, സേക്രഡ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് പോലീസ് ആരുടെ പോക്കറ്റിലാണ്, പോലീസ് എങ്ങനെയാണ് അന്വേഷിക്കുക, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടതാണ്. നമ്മൾ ഷോഹേബ് വധക്കേസിൽ കണ്ടു, നമ്മൾ ഷുക്കൂർ വധക്കേസിൽ കണ്ടു, നമ്മൾ പെരിയ വധക്കേസിൽ കണ്ടു, TP ചന്ദ്രശേഖരൻ കേസിൽ കൃത്യമായി അന്വേഷണം നടത്തി തെളിയിക്കുന്നതിൽ പങ്കുവച്ച ആളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. സ്റ്റേറ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം MP ജയരാജൻ തന്നെ പറഞ്ഞില്ലേ, MP ജയരാജൻ പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അഴിമതി നടന്നു എന്നും നടന്നില്ല എന്നും രണ്ട് വാദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പോയി ഈ ദിവ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഈ മക്കളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വൈകിട്ട് അവർ ബസ്സിൽ കയറി വരുമോ എന്ന് നോക്കി നിൽക്കുന്നത് പോലെയാണ് ആ ശ്യാമള എന്ന് പറഞ്ഞ സ്ത്രീ ഉളുപ്പില്ലാതെ. എല്ലാവരും ഇതുപോലെ ഒരാളുടെ അതെ കാരണക്കാരിയാണല്ലോ. അതെ. അപ്പോൾ ഈ പോലീസ് ഈ പറഞ്ഞ പോലെ സർവതന്ത്ര സ്വതന്ത്രമായി അന്വേഷിക്കുന്നൊക്കെ നമ്മൾ പറയുകയും അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് കേസിൻ്റെ മൊത്തം ക്യാരക്ടർ ഇന്നലത്തെ ഈ തെളിവോടുകൂടി മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഷാജഹാൻ വാദങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മന്ദസ്മേരം തൂകുകയായിരുന്നു അഡ്വക്കേറ്റ് BN ഭാസ്കർ. ഇതിലൊന്നും കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഞാനതാണ് വായിച്ചെടുക്കുന്നത്.